വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണമെന്ന് ആദ്യം തന്നെ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മുടെ വഴി. ഇത് വഴിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഭാഗം. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇതാ നീലച്ചെടിയുണ്ട്. ഇതിൽ ഫാഷൻ ഫ്രൂട്ട് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇവിടെ ഒരു തൈ നട്ടു കൊടുത്താൽ അതിങ്ങനെ മുളച്ചു പൊങ്ങി അങ്ങ് കയറിപ്പോയിട്ടുണ്ട്. അത്യാവശ്യം എന്താ ഇപ്പം വെയിലും മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. ഒരുപാട് മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. ഫാഷൻ ഫ്രൂട്ട് ചെറുതായിട്ടൊക്കെ കാഴ്ച നിൽപ്പുണ്ട്. അതൊക്കെ നല്ല പഴുത്തിക്കുന്നുണ്ടോ. പക്ഷേ ഇത് നല്ല പുളിയാട്ടോ. പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടമായിരിക്കും ഇതുണ്ടോ. പിന്നെ ഇത്തിരി മധുരമൊക്കെ ഇട്ട് കഴിക്കാൻ നല്ലതാട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഇതാ നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു റംബൂട്ടാൻ നിൽക്കുന്നുണ്ടോ. റംബൂട്ടാൻ ഒരുപാട് പൊക്കമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം പൊക്കമായിട്ടുണ്ട് കേട്ടോ. ബഡിൻ്റെ ഒരു തൈ കൊണ്ട് വെച്ചതാണ്. പക്ഷേ അതങ്ങ് ഒത്തിരി പൊക്കം വെച്ചില്ലെങ്കിൽ അത്യാവശ്യം പൊങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആയി വരുമ്പോഴേക്കും കുറച്ചൊന്ന് നമുക്ക് ഒടിച്ച് കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ അത്രയും പൊങ്ങി പോവില്ലായിരുന്നു. നമുക്ക് അങ്ങനെ പറ്റിയില്ല. അത് പക്ഷേങ്കിൽ പൊങ്ങിപ്പോയി കേട്ടോ. അത്യാവശ്യം റംബൂട്ടാനൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പഴുത്ത് നോക്കിയിട്ട്. പിന്നെ അത്യാവശ്യം പഴുത്തത് നോക്കി പറിച്ച് വെച്ചതാണ്. ഒരുപാട് ഓവറായിട്ടങ്ങ് പഴുത്തിട്ടില്ല, എങ്കിലും നമുക്ക് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് പറിച്ചെടുത്തത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കിയാലോ. ഇതിങ്ങനെ എടുത്താൽ ഒന്ന് കഴുകിയെടുത്താണ് കേട്ടോ. കിളികളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ടേ നമ്മൾ കഴുകിയെടുത്തതാണ്. ഒരെണ്ണം നോക്കാം. സൂപ്പറാട്ടോ, നല്ല മധുരമുണ്ട്, അടിപൊളിയാണ്. നമ്മൾ കിളികൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കണ്ടുകൂടിയാൽ പിന്നെ ഇതൊന്നും അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അത് കുറേയൊക്കെ കഴിക്കും. പിന്നെ നമുക്ക് കുറച്ച് പഴുത്തത് നോക്കിയൊക്കെ നമ്മൾ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റംബൂട്ടാൻ. ഇത് കണ്ടോ നമ്മുടെ ചാമ്പങ്ങ ഈ മഴക്കാലത്താണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല ചുമന്ന കളറിൽ കിടക്കുന്നത് കാണുമ്പോൾ നല്ല രസമൊക്കെ തോന്നും അല്ലേ. ഇതുണ്ടോ അടന്നു പോന്നു. ഇതുണ്ടോ നല്ല കളറിൽ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഇതുണ്ടോ നല്ല കളറിൽ ചാമ്പങ്ങ എടുക്കുന്നുണ്ടോ. പക്ഷേ ഇതിനകത്ത് മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അധികം ഒന്നും വേണ്ട കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. ചെറിയ പുളിയോ മധുരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അങ്ങനെ ചാമ്പങ്ങ. ഇത് നമ്മുടെ ഒരു പേരമരമാണേ. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു ചെറിയ മരമാണ് കേട്ടോ. ഒരുപാട് പൊക്കമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം പൊക്കമുണ്ട്. നമുക്ക് കൈ എത്താൻ പാകത്തിന് കുറച്ചൊക്കെ കിടപ്പുണ്ട്. പിന്നെ തോട്ടി ഉപയോഗിച്ചൊക്കെ ബാക്കിയൊക്കെ പറിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നിൽക്കുന്നതാണേ. ഇതുണ്ടോ കിടക്കുന്നത്. ഇതൊക്കെ പച്ചയാണ്, പക്ഷെങ്കിൽ പഴുത്തതും ഇതിനകത്തുണ്ട്. പഴുത്തത് വരുമ്പോൾ നമ്മൾ അങ്ങനെ അതും ഇതുമൊക്കെ പഴുത്തത് നോക്കി അങ്ങനെ പറിച്ചെടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിളികളൊക്കെ തരാറില്ല കേട്ടോ. ഒരുപാട് ഓവറായിട്ട് പഴുത്തു പോകുന്ന പേരയ്ക്കപ്പോഴും ഒന്നും നമുക്ക് കിട്ടാറില്ല, കിളി കൊത്തി കളയുവേ. അപ്പോൾ പിന്നെ കിളികൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ ഇട്ടേക്കും, കുറച്ചൊക്കെ നമ്മൾ പറിച്ചെടുക്കും കേട്ടോ. ഇതുണ്ടോ നല്ലൊരു പേരയ്ക്കപ്പഴമാണേ. അത്യാവശ്യം കറുമുറൊക്കെ കടിച്ച് തിന്നാൻ പാകത്തിനുള്ള ഒരു പേരയ്ക്കയാണ്. ഓവറായിട്ട് അങ്ങനെ പഴുത്തു പോയിട്ടില്ല. ഓവറായിട്ട് പഴുത്തു പോകുന്ന ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കറുമുറ, നമുക്ക് പല്ലൊക്കെ ഉണ്ടല്ലോ, കറുമുറ വെച്ച് കഴിക്കുന്നതാണ് ഇവിടെ കൂടുതലും ഇഷ്ടം. അങ്ങനെ ഒരു പേരയ്ക്കപ്പഴമാണ് കേട്ടോ. നമുക്കതൊന്ന് പറിച്ചെടുക്കാം. ഇതുണ്ട് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു കേട് പോലെ ഉണ്ട് കണ്ടോ. ഇത് കിളി കൊത്തിയതായിരുന്നു ഗൈസ്, കണ്ടോ. അയ്യോ ഒരുമാതിരി പഴുത്തായിരുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇത്തിരി പഴുത്ത് വരുമ്പോഴത്തേക്കിനും കിളിയൊക്കെ കൊത്തി അതിനെ കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത്യാവശ്യം ഒന്ന് കറുമുറ വെച്ച് കഴിക്കാൻ പാകത്തിനുള്ളതാണ് കേട്ടോ.
ഇത് വേണമെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇത് പഴുത്ത് കിട്ടും നന്നായിട്ട്. ഒരുമാതിരിയൊക്കെ ഒന്ന് പഴുത്ത് വരും. അപ്പം എന്നിട്ട് പറിക്കാം അല്ലേ നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പേരമരം. അത്യാവശ്യം കായ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ടേ, പൊക്കത്തിലുമൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. കുറച്ച് കിളി എന്തായാലും തിന്നിട്ട് പോകും, നമുക്ക് കിട്ടത്തില്ല. കുറച്ചൊക്കെ നമ്മൾ കിട്ടുന്നതൊക്കെ പഴുത്തതൊക്കെ നമ്മൾ പറിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. നിറയെ മരങ്ങൾ നിൽക്കുന്നത് കണ്ടില്ലേ? നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണേ. നമ്മുടെ ഇടുക്കിയിൽ കൂടുതലും കുന്നും മലകളും ഒക്കെയാണെന്നല്ലേ പറയുന്നത്. നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം നല്ല നിരന്ന സ്ഥലമാണ് കേട്ടോ, നമ്മുടെ വീടൊക്കെ ഇരിക്കുന്നത്. പക്ഷേ അപ്പുറത്ത് വശത്ത് നിൽക്കുന്നവർക്ക് ഇതൊരു വലിയ കുന്നായിട്ട് തോന്നും കേട്ടോ. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതും വലിയൊരു കുന്നൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അവിടെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല റോഡും വഴികളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു പ്രദേശമായിട്ടോ ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല നിരന്ന ഒരു പ്രദേശമാണ് കേട്ടോ. കാണുമ്പം ഭയങ്കര ഒരു വലിയ കാടൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. കൊടും വനമൊക്കെ പോലെ ഇപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെയൊക്കെ ഓരോ സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെയും. അവിടെ നിറയെ മരങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം കേട്ടോ. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ തന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഒരു ഫ്രാഷൻ ഫ്രൂട്ടാണ്. നമുക്ക് ഫ്രണ്ടിലുള്ളതുപോലെ തന്നെ പുറകുവശത്തും ഇതുപോലെ തന്നെ ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വള്ളി പോലെ ഇങ്ങനെ കയറിപ്പോയിക്കുകയാണ്. ഈ നിൽക്കുന്ന ഒരു മാവാണ് കേട്ടോ. ഒരുപാട് പൊക്കമൊന്നുമില്ല. നമുക്കിതെല്ലാം അത്യാവശ്യം മാങ്ങാപ്പഴവും ഒക്കെ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു തവണ. ഒരുപാടൊന്നും കായ്ക്കില്ലെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ ഇതെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ അതേ തന്നെയാണൊരു ഫ്രാഷൻ ഫ്രൂട്ട് വള്ളി ഇങ്ങനെ കയറി പോയിട്ടുണ്ട്. നിറച്ച് ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായും കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ നമുക്കും വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മളത് പറിച്ചിങ്ങനെ ഫ്രാഷൻ ഫ്രൂട്ടിനകത്ത് ഇത്തിരി മധുരമൊക്കെ ഇട്ടിട്ടേ കഴിക്കാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ട്. ഇതൊരു മാവ്. അപ്പോൾ ഇതൊരു വലിയ വനമൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ സ്ഥലമാണ് കേട്ടോ. ഈ പോകുന്ന മൊത്തം താഴേക്ക് പോകുന്നതൊക്കെ നമ്മുടെ സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടവഴി നമുക്ക് താഴേക്ക് പോകാനായിട്ടൊരു കുഞ്ഞു വഴിയൊക്കെ ഉണ്ട്. അതിലേക്കൂടെ ഇറങ്ങിപ്പോയിട്ട് നമ്മൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടൊക്കെ ഇതാ എവിടെയായിട്ടാണ് കേട്ടോ. വീട് ഇങ്ങനെ മരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കാണത്തില്ല. നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് അവിടെയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെ റോഡ് സൈഡിലേക്ക് വീടൊക്കെ വെച്ച് മാറി കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് അവിടെയൊക്കെ ആയിരുന്നു. ഒരു വലിയ വനമൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും വനമൊന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഏരിയയും വിശേഷങ്ങളും ഒക്കെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു.